വാവ്, ഇത് കലക്കി. ഇത്രയും ദൂരം ഓടിയത് നഷ്ടായില്ല. ഇങ്ങനെ ഒരു സ്ഥലം ഇവിടെ ഉള്ളതായിട്ട് പറഞ്ഞിട്ടില്ലോടെ. ഞങ്ങളുടെ ശത്രു സഹോദരന്റെ സാമ്രാജ്യത്തിന്റെ പ്രോവിൻസ് ആയത്. അതുകൊണ്ട് തന്നെ ആരും റെഗുലർ വിസിറ്റ് നടത്താറില്ല. പെരുമാൾപുരം നാരായണന്റെ ഏരിയ ആയിരിക്കുമല്ലോ അല്ലേ? ദേവർമഠം നാരായണന്റെ. പുള്ളിയുടെ ഓട്ടോക്രസിയാണ് ഇവിടെ. ഒരു നല്ല ഹട്ട് കെട്ടിടാ. ഈ സ്ഥലത്തെ കുറിച്ച് കേട്ടാലേ വണ്ടിയിലോട്ട് പറന്നു കയറുന്ന പെമ്പിളേരെ കിട്ടും. ശരിയാ, ഇത്രയും പ്രൈവസി വേറെ എവിടെ കിട്ടാനാ? ആ ലെവലിലേക്കൊന്നും പോലെ. സഹോദരൻ നാരായണൻ ആള് പെശക. ഓ പിന്നെ അയാളങ്ങോട്ട് ഒലത്തി. ഒരു റിസോർട്ടിന്റെ ലൈസൻസിന് കിരീട സമിതിന് കിട്ടിയാലേ നാരായണന്റെ രാമരാജ്യം നമ്മൾ വെടിപ്പാക്കും. ഈ കരിക്കട ഒരുത്തനെ വിളിക്കാൻ പോയ ഡ്രൈവർ ഡീറ്റിനെ കാണാനല്ലോ. എടോ, ഒരു 10 കരിക്കിട്ടിട്. മുതലാളി കരിക്കിട്ട് തരാം. പക്ഷെ കരിക്ക് കുടിച്ച് ദാഹം മാറ്റാനല്ലല്ലോ ഉദ്ദേശം. ഉദ്ദേശം പലതും കാണും. നീ നിന്നോട് പറഞ്ഞ പണി ചെയ്താൽ മതി. തുറന്നു പറയാലോ, പരസ്യമായ വെള്ളമടി അത് പെരുമാൾപുരത്ത് നടക്കില്ല സാർ. ആ വക നിയമങ്ങളൊക്കെ പെരുമാൾപുരത്തുകാർക്ക് പോരെ? പെരുമാൾപുരത്തെ നിയമങ്ങൾ ഈ മണ്ണ് കാല് കുത്തി നിൽക്കുമ്പോ ആർക്കും അതൊക്കെ ബാധകമാണ്. നിനക്ക് പറ്റില്ലെങ്കിൽ പോടാ, വേറെ ആളെ കിട്ടുമെന്ന് നോക്കട്ടെ. ഇല്ല സാർ, ഈ മണ്ണിൽ അങ്ങനെ 2 തരക്കാരില്ല. മതിയടാ, നിന്റെ തറവാട്ട് പറമ്പിന്ന് കരിക്കിടാനല്ല ഞങ്ങൾ പറഞ്ഞത്. ഇത് ഞങ്ങളുടെ തോട്ടമാണെങ്കിൽ ഞങ്ങൾക്കറിയാം എന്ത് കാട്ടണമെന്ന്. തടയാനേളെ വിളിടാ ആ ചെറ്റയെ, നാരായണനെ. എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ മുതലാളി. പക്ഷെ അദ്ദേഹത്തിന്റെ പേര് ഈ ചീഫ് ഇഷ്യൂലേക്ക് വലിച്ചു വെക്കണ്ട. കേട്ടു നിൽക്കാനായി എന്ന് വരില്ല. നീ എന്ത് ചെയ്യടാ? വേണ്ട മുതലാളിമാരെ, വെറുതെ ഒന്ന് കൊടുത്തു ഒന്ന് വാങ്ങിച്ചു. ഇവിടെ നിർത്തുന്നതാ നല്ലത്. പണത്തിനും പരിഷ്കാരത്തിനും മാത്രമേ പെരുമാൾപുരത്ത് ചെറുപ്പക്കാർ നിന്റെയൊക്കെ പുറകിൽ നിൽക്കൂ. ആത്മാഭിമാനത്തോടെ എവിടെയും തലയുയർത്തി ജീവിക്കാനാ ഞങ്ങളുടെ പ്രജാപതി ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു നോവിച്ചാ അത് ഏത് തമ്പ്രാൻകുട്ടിയായാലും ബിസ്മീഞ്ചലി അർത്ഥങ്ങളെ. കുഞ്ഞച്ചൻ പറഞ്ഞോ, ദേവർമഠത്തിലേക്ക് കൊണ്ടുപോവാം. വിചാരണ ശിക്ഷ അവിടുന്ന്. എന്നാ കാട്ടി അവിടേക്ക് തെളിക്ക് ഈ കന്നുകാലികളെ. പരസ്യമായ മദ്യപാന ശ്രമം, അത് ചോദ്യം ചെയ്ത കർഷക തൊഴിലാളി രാജപ്പനെ മർദ്ദിക്കൽ. തല്ലുമേടിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണല്ലേ മക്കള്. കുഞ്ഞച്ച, എന്താണ് കർഷക തൊഴിലാളി സംഘത്തിന്റെ തീരുമാനം? നാട്ടുകൂട്ടത്തിൽ വന്ന രാജപ്പനോട് മാപ്പ് പറയണം. എന്നാലേ കാളിയർ മടക്കാരുടെ തോട്ടത്തിൽ ഇവിടുത്തെ തൊഴിലാളികൾ ജോലിക്ക് കയറൂ. ശരി, പുറത്തുനിന്ന് ജോലിക്കാരെ കൊണ്ടുവന്ന അത് ഞങ്ങൾ തടയും. കേട്ടല്ലോ, അഹന്തയ്ക്കും അന്തസ്സുകെട്ട പെരുമാറ്റത്തിനും ഇവർ വിധിച്ച ചെറിയ ശിക്ഷയാണിത്. ഇത് മതി ഒരാവത്തരെ. അടി ചെയ്യും ഗുണം അണ്ണൻ തമ്പിയും ചെയ്യില്ലെന്നൊരു ചൊല്ലില്ലേ ഉണ്ണി? ഉണ്ടല്ലോ. ഈ പച്ചപ്പരിഷ്കാരികളെല്ലാം സുഹൃത്തുക്കളാവല്ലേ. നിന്നെയൊന്നും ഒന്നും ചെയ്യില്ല. നീ ഒന്നും നന്നാവരുത്, വഷളായി തന്നെ വളരണം. അപ്പൊ പിന്നെ ആരെങ്കിലും തല്ലിക്കൊന്നോളും. ഇങ്ങോട്ട് മാറിയേക്ക്. ചെറിയച്ഛന്റെ മക്കൾക്ക് എന്റെ വക ഒരു സമ്മാനം പ്രത്യേകമായിട്ടുണ്ട്. പുറംതിരിഞ്ഞു നിൽക്ക്. കുനിഞ്ഞു നിൽക്കടാ. എടാ കുനിഞ്ഞു നിൽക്കേ. ജഗതൻ, അവന്റെ കൈനീട്ടം മേടിച്ചിട്ട് വന്ന് നിൽക്കുന്ന കണ്ടില്ലേ? നാണം കെട്ട വഹകള്. തല്ലാൻ നീട്ടിയ കൈ പിടിച്ച് തിരിച്ച് അങ്ങോട്ട് കൊടുക്കായിരുന്നില്ലേ? എന്റെ അനിയന്മാരെ തല്ലാന്ന് വെച്ചാ എനിക്കാ നോവുക. കുറെ നാളായിട്ട് കൂട്ടി വെച്ചതെല്ലാം കൂടെ ചേർത്ത് ഇന്ന് കൊടുക്കുന്നുണ്ട് ഞാൻ അവന്. എന്തിനാ ഫ്രണ്ട്സിനെയും കൂട്ടി തോട്ടത്തിൽ പോയെന്ന് ചോദിക്കും വലിയേട്ടൻ. എന്തായിരുന്നു അവിടെ പരിപാടി? എന്താ അവരുടെ മണ്ണാ അത്. അവിടെ എന്തിനു വേണ്ടിയാലും അവർക്ക് പോയിക്കൂടെ? അതിന് ഒരുത്തന്റെ അനുവാദം എന്റെ കുട്ടികൾക്ക് ആവശ്യമില്ല. അതെ, വെറുതെ കാറ്റ് കൊള്ളാൻ പോയതല്ല. വെള്ളമടിക്കും പോയതാ. മനു, നിന്നെ ആരും ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല.
ഞാൻ ഈ വഴിക്ക് പോയപ്പോ ഒന്ന് കേറിയതാണേ. അവള് സഭയില് വാദത്തിന് വന്നിരിക്കുന്നു. പോ അപ്രത്താസത്തെ. അതിനല്ലേലും ഓടപ്പറന്നവരോടല്ല, അവനോടാ കൂറ്. അച്ഛാ, ആ സ്ഥലത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. വിൽക്കണമെന്ന് പറയല്ല, നല്ല പാർട്ടീസ് ഉണ്ട് തമ്പുരാൻ, നമ്മൾ പറയുന്ന വിലയൊന്ന് വാങ്ങിക്കാൻ. ഗിരി, എന്താ അച്ഛാ? നമുക്കതൊന്ന് ആലോചിക്കണം. എന്താ തമ്പിയാരെ പരിപാടി? കണ്ടിട്ട് മനസ്സിലായില്ലടോ. കണ്ടിട്ട് കുടിയിട്ടില്ല. കഞ്ചിക്കോട് റെയില് വന്നപ്പം ഇതുപോലെ ചില ഐറ്റംസ് ഉണ്ടായിരുന്നു. റെയില് വരുവാ നമ്പ്യാരെ. ഇടോ, തോട്ടങ്ങളൊക്കെയാണ്. തോട്ടം കാളിയർ മടക്കറി വിറ്റു. സംഗതി നേരാ. ഞാൻ നാരായണൻ, ദേവർമഠം നാരായണൻ. ഈ മഹാരാജ്യത്തിലെ ഓരോ പൗരനും നമ്മുടെ നിയമനിർമ്മാണ വ്യവസ്ഥ അംഗീകരിച്ചു കൊടുത്ത ഒരു സ്വാതന്ത്ര്യമുണ്ട്. രാജ്യത്തിൻ്റെ ഏത് ഭാഗത്തും സ്വകാര്യ ഉടമസ്ഥതയിലുള്ള ഭൂമി വാങ്ങുവാനും അതുപോലെ തന്നെ വിൽക്കുവാനും. ഈ അവകാശത്തിനെ, സ്വാതന്ത്ര്യത്തിനെ മാനിച്ചുകൊണ്ട് തന്നെ പറയാം, നിങ്ങൾ ഈ ഭൂമി ഇടപാടിൽ നിന്ന്, ഈ കച്ചവടത്തിൽ നിന്ന് പിന്മാറണം. പെരുമാൾപുരം എന്ന ഈ നാട്ടിൽ ഞങ്ങൾ മണ്ണ് വിൽക്കാറില്ല, പ്രത്യേകിച്ചും അപരിചിതർക്ക്. ഈ നാടിന് അതിൻ്റെതായ ചില ശീലങ്ങളുണ്ട്. പരസ്പര സ്നേഹത്തിൽ പടുത്തുയർത്തിയ ഒരു ഭരണഘടനയുണ്ട്. സഞ്ചാരികളെ ആകർഷിക്കാൻ ഒരു ആയുർവേദ തിരുമൽശാല, ഒപ്പം വിദേശ മദ്യം വിളമ്പാൻ ബാർ റെസ്റ്റോറൻറ്റ്, രണ്ടിനും സർക്കാർ മുദ്രയുള്ള ലൈസൻസ് നിങ്ങൾ സമ്പാദിച്ചിട്ടുണ്ട്, അതറിയാം. പുതിയ ശീലക്കേടുകൾ ഞങ്ങളുടെ കുട്ടികൾ പഠിക്കുന്നത് നോക്കി നിൽക്കാനാവില്ല. പിന്നെ പേരറിയാത്ത, തിരിച്ചറിയാൻ മുഖങ്ങളില്ലാത്ത അപരിചിതർ പരത്തുന്ന പുത്തൻ പരിഷ്കാര രോഗങ്ങൾ വേറെയും. ഈ പാവം നാടിനെ വെറുതെ വിട്ടേക്ക്. അപേക്ഷയാ. കേട്ടിട്ടുണ്ട്, പ്രതീക്ഷിക്കുകയും ചെയ്തു ദേവർമഠം നാരായണനെ. അപേക്ഷ എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഭീഷണി, അതാവില്ലേ ദേവർമഠത്തിന്റെ ഒരു ലൈൻ. നാരായണന്റെ രീതികൾ പലതാണ്. തനിക്ക് ചേർന്ന തരക്കാരോട് സംസാരിക്കും, ബുദ്ധിമാന്യമുള്ളവരോട് അപേക്ഷിക്കും. തല്ലുകൊള്ളുകളോടാവുമ്പോ പുറങ്കാലം മുടക്കി നല്ല തല്ലിന്റെ ഭാഷയിലായിരിക്കും ഡയലോഗ്. അത് തന്നെ വേണമെന്ന് വാശി പിടിക്കരുത്. ചവിട്ടി വെറുക്ക ഞാൻ കളയും. എന്താ ബേബിച്ചായ പ്രശ്നം? അളവ് കഴിഞ്ഞില്ലേ? കേറ്, നമുക്ക് ഗസ്റ്റ് ഹൗസിലോട്ടിരിക്കാം. അങ്ങോട്ട് വരുമായിരുന്നു, അപ്പോഴാ ഈ സാറ് വട്ടം ചാടിയത്. കച്ചവടം വിടണമെന്നാണല്ലോ ഗിരിയെ പറയുന്നത്. എന്ന് പറയാൻ ഈ സാറിന്റെ അച്ഛന്റെ തറവാട് മേടിക്കാൻ വന്നതല്ലല്ലോ നിങ്ങള്. ഗിരി സാർ, മാട്രിക്ക് വന്നാച്ച്. ഇവൻ ഈ കുമ്പളങ്ങാമുറൻ ചെക്കൻ ഒരു സുഖമില്ലാത്ത കുട്ടിയാ. വിവരക്കേട് വിളിച്ചു പറയും, ജാത്തിയാരുള്ളതാ. ഇവന്റെ അച്ഛന്റെ തറവാടും എന്റെ അച്ഛന്റെ തറവാടും രണ്ടും ഒന്ന് തന്നെയാ. ആ വകയിൽ കയ്യിൽ കിട്ടിയതാ ഇന്ന് ഇവന്റെ ഒന്നും എന്റെ ഒന്നും ഒക്കെ പറയുന്ന മണ്ണ്. അല്ലാതെ ഇവന്റെ അച്ഛൻ കൊളംബസ്, ഇവൻ കൊളംബസിന്റെ മോനൊന്നുമല്ല. അല്ല, പുള്ളിക്കാരനാണല്ലോ ഈ സ്വന്തമായിട്ട് സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ബേബിജ്ഞാനം ചെല്ല്. എന്നിട്ട് ഇവൻ പറയുന്ന ഇവന്റെ ഗസ്റ്റ് ഹൗസിലോ വെടിയാപ്പീസിലോ കയറി ഇരുന്ന് കൊടുത്ത കാശ് എണ്ണി വാങ്ങിച്ചിട്ട് എറണാകുളത്തിന് കാലോട്. ഇങ്ങനെ മീനച്ചൂടിൽ ഈ മണ്ണിൽ നിന്ന് തല വിയർക്കണ്ട. തലനീരിറങ്ങിയ കോൾഡ് പിടിക്കുവേ, കോൾഡ്. നീ എന്താടാ പട്ടി വരട്ടുന്ന? ഇരുട്ടില് മറഞ്ഞു നിന്ന് സ്വന്തം തന്തയെ കുത്തിക്കൊന്നതിന്റെ വമ്പ് നീ കയ്യിൽ വെക്കണാരാണ്? തന്തയുടെ കുടല് തുറന്ന പഴയ പിച്ചാങ്കത്തി കൊണ്ട് നീ ആമ്പിള്ളേരുടെ മുമ്പിൽ വേഷം കെട്ടാൻ വരല്ലേ? ഒരു ടിപ്പർ ലോറിയിൽ കൂലിത്തല്ലിന് പോണ 4 ചീളി ചെക്കന്മാരെയും കൊണ്ട് ദേവർമഠം നാരായണൻ ക്ഷവരഞ്ഞ് ഇറങ്ങി നീ ആണോ ആൺകുട്ടി? ഇരുകാലിയും നടന്ന് ഒരുത്തനും പോവില്ല പെരുമാൾപുരത്തിന്റെ മണ്ണിൽ നിന്ന്. എന്താ സംശയമുണ്ടോ? കാളിയാർ മഠം കിരിക്കി. നാരായണ, എന്താ ചങ്ങാതി ഇത്? വിളിച്ചോണ്ട് പോ സാറേ. എന്താ നാരായണ ഗിരി? നിങ്ങൾ ചോദിച്ചു നോക്കണമേ. നിങ്ങളല്ലേ ഇവിടുത്തെ MLA അദ്ദേഹം. എന്റെ സ്ഥലം എനിക്ക് തോന്നിയവർക്ക് വിൽക്കാനും അത് വാങ്ങാൻ ഇവർക്കും അവകാശമില്ലേ? അതിന് ചിലരുടെയൊക്കെ NOC വേണമെന്ന് പറഞ്ഞാ. ഇനി കയ്യൂക്കിലാണ് കാര്യങ്ങൾ തീരുമാനിക്കണമെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് മാറി തന്നാ മതി. വേണ്ടോ? അവര് മാറിയെന്ന് വാച്ച് ചെയ്യട്ടെ. വീട്ടിന്റെ ഉമ്മറത്തോണ്ട് പോയി കിടത്താൻ 4 പേരെ റിസർവ് ചെയ്ത് വെക്കുന്നത് നല്ലതാ മാനേഗിരി. നാരായണ, ഇത് നിങ്ങൾക്ക് ചേർന്നല്ല. പെരുമാൾപുരത്തെ നേതാവിന്റെ ഭാഷയും രീതിയും ഇതല്ല. ഇതൊക്കെ നമുക്ക് ഇരുന്ന് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇടോ, രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കുന്നു, സമാധാനത്തിന്റെ ഭാഷയിൽ ഒരു ടേബിളിന് ചുറ്റിനും വരുന്നു. പിന്നാണോ 10 ഏക്കർ തെങ്ങും തോട്ടം? നാരായണ, ഞാൻ വിളിച്ചാൽ നിങ്ങൾ വരില്ലേ? തീർച്ചയായും. ഇംപാർഷ്യലായ ഒരു മധ്യവർത്തിയാകാൻ നിങ്ങൾ കഴിയുമെങ്കിൽ ഞാൻ വരും. എവിടേക്കും ഞാനും വരാം MLA കൂടെ. ആസ് യു സെഡ്, ഇംപാർഷ്യലായിട്ട്. സത്യത്തിൽ ഗിരിയല്ല, തന്റെ ചെറിയച്ഛനാണ് ഈ തോട്ടത്തിന്റെ ഉടമ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം അത്യാവശ്യമാണ്. അപ്പോ ചർച്ച കാളിയാർ മഠത്തിൽ. അങ്ങോട്ട് വരാൻ നാരായണന് വിരോധമൊന്നുമില്ലല്ലോ?